എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുനിന്ന മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിക്ക് അവസാനം വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെയും കടത്തിവെട്ടി വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. 63 കോൺഗ്രസ് എംഎൽഎമാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ, മുൻ കെ.പി.സി.സി. പ്രസിഡന്റുമാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ, എ.ഐ.സി.സി. മെമ്പർ, എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി, കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കന്മാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയുടെ അരുമത്തോഴനായ കെ.സി. വേണുഗോപാൽ. ഈ കെ.സി. വേണുഗോപാലിനെ കടത്തിവെട്ടി വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. താടിയുള്ള അപ്പനെ കോൺഗ്രസ് പേടിച്ചു. മുസ്ലിം ലീഗിന്റെ തിട്ടൂരത്തിന് വഴങ്ങി കോൺഗ്രസ് വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി. അത്ര മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണയുള്ള വ്യക്തിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി നേതാവായി വരിക. കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണയുള്ള കക്ഷി നേതാവ് കെ.സി. വേണുഗോപാലായിരുന്നു. അപ്പോൾ കെ.സി. വേണുഗോപാലായിരുന്നു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി വരേണ്ടത്. ആ കെ.സിയെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. എല്ലാവർക്കും നമസ്കാരം.